ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗൈസ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ക്ലീനിങ് വ്ളോഗുമായിട്ടാണ് കേട്ടോ. അപ്പോൾ ഗൈസ്, ഇവിടെ നമ്മളൊരു ഇൻട്രോ എടുക്കുന്ന ഈ ഒരു കുഞ്ഞ് ബേബിയും കൂടെ ഉണ്ട്. ബേബിയല്ല, എൻ്റെ ഒരു കിച്ചൺ കൂടെ ഉണ്ട്. അപ്പോൾ ഗൈസ്, അമ്മ 2 റൂം ക്ലീൻ ആക്കിയിട്ടാണ് പോയത്. അപ്പോൾ ബാക്കിയൊക്കെ ക്ലീൻ ആക്കേണ്ടത് ഞാനാണ് ഗൈസ്. അപ്പോൾ അതിൻ്റെ ഒരു കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ എനിക്കുണ്ട്. എന്നാലും കുഴപ്പമില്ല, ഞാൻ ക്ലീൻ ആക്കുക. പിന്നെ ഫുഡൊന്നും കഴിച്ചില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം പോയി ഫുഡ് കഴിക്കാം. അപ്പോൾ ഇത് ഇന്ന് പുട്ടും പഴമായിരുന്നു കേട്ടോ. അമ്മ കുറച്ച് ദിവസം കൊണ്ട് പുട്ടും പഴമാണ് ഉണ്ടാക്കുന്നത്. എന്നാലും ഞാൻ കുറ്റം പറയുമെങ്കിലും ഞാൻ നല്ല രീതിക്ക് ആസ്വദിച്ച് തന്നെയാണ് കേട്ടോ ഇത് കഴിക്കുന്നത്. എനിക്ക് ഇഷ്ടമാണ് പുട്ടും പഴവും. പിന്നെ കഴിച്ച് ഇവിടെയൊക്കെ ഇത് കുറേ തലോണകളും പിന്നെ ഇവിടെ കുറേ ബുക്സ്, പേപ്പേഴ്സ്, പിന്നെ ടോയ്സും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. ഇവിടെ റൂമിലാണെങ്കിൽ ബെഡ്, ബ്ലാങ്കറ്റ് ഇതൊക്കെ കിടപ്പുണ്ട്. ഇതൊക്കെ ഇനി നമുക്ക് ഒതുക്കിയിട്ട് വേണം സെറ്റാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും നമുക്ക് വേഗം തന്നെ ക്ലീനിങ്ങിലോട്ട് കിടക്കാം. അപ്പോൾ ഗൈസ്, ഈ ഒരു ബെഡ്ഷീറ്റാണ്. ഇതമ്മ മീഷോന്ന് മേടിച്ചതാട്ടോ. 2 എണ്ണമാണ് മേടിച്ചത്. അപ്പം ഒരെണ്ണം ഞാൻ ഇവിടുത്തെ ക്ഷേത്രത്തിൽ ഉത്സവത്തിൻ്റെ ടൈമിൽ ഞാൻ വിരിച്ചതാണ്. ഇതിപ്പോൾ ഞാൻ വിചാരിച്ച ഓണത്തിന് വിരിക്കാം. ഇങ്ങനെ ഇതിവിടെ വിരിച്ചതാണ്. ഇത് നല്ല തുണിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. നല്ലൊരു കോട്ടൺ പ്യുവർ കോട്ടൺ അല്ലെങ്കിലും ഒരു നല്ലൊരു തുണിയായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിന് കുറച്ച് പൈസ ആയുള്ളൂ. മീഷോ അല്ലേ, അത്യാവശ്യം നല്ല കുറച്ച് റേറ്റിലേക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാൻ നല്ല രീതിക്ക് വിരിക്കുന്നുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ വിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ല സാറ്റിസ്ഫൈങ് അല്ലേ നമ്മൾ അവസാനം വിരിച്ചതിന് ശേഷം. പിന്നെ ഇതിൻ്റെ കൂടെ 2 പില്ലോ കവറും കൂടെ കിട്ടുന്നുണ്ട്. പിന്നെ അതാണിത്. അത് ഞാൻ ഈ ഒരു പില്ലോയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇത് സെറ്റായിട്ടുണ്ട്. അങ്ങനെ ഞാൻ അടിച്ച് മടക്കി ഒതുക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതെടുത്തു അടുത്തത് ഇരിക്കുന്നു. നല്ല രസമാട്ടോ ഇങ്ങനെ വിരിക്കാനായിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഗൈസ്, ഇത് ഇത്തിരി സെറ്റാകാൻ കുറച്ച് പാടായിരുന്നു കേട്ടോ. എന്താണെന്നോ ഗൈസ്, സൈസൊക്കെ കറക്റ്റ് തന്നെയാണ്, പക്ഷേ എന്തോ കുറച്ച് സെറ്റാകാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞാൻ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. പിന്നെ ആ ദിവാൻ കോട്ടിലിരുന്ന പില്ലോസൊക്കെ ഞാൻ കൊണ്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. അമ്മ ഇന്ന് രാവിലെ നനയ്ക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ കവറൊക്കെ ഊരിയതാണ് കേട്ടോ. ഇപ്പോൾ ഗൈസ്, ഇവിടെ ഒരു ബ്ലാങ്കറ്റും കൂടി ഞാൻ വിരിച്ചു കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ കിടക്കുന്ന ബ്ലാങ്കറ്റ് തന്നെയാണ്. പിന്നെ ഗൈസ്, ഇവിടെ ഉണ്ടായിരുന്ന ബുക്സും ടോയ്സും ഒക്കെ ഞാൻ എടുത്ത് കൊണ്ട് വയ്ക്കുന്നുണ്ട് കേട്ടോ, നല്ല ഒതുക്കി. അപ്പോൾ അമ്മൂമ്മ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ഞാനമ്മൂമ്മ മാത്രമേ ഉള്ളൂ. അമ്മയും അച്ഛനും ഒരു വെഡ്ഡിങ്ങിന് പോയതാണ് കേട്ടോ, വെഡ്ഡിങ് ഫംഗ്ഷന് പോയതാണ്. ഓക്കെ ഗൈസ്, അങ്ങനെ നല്ല രീതിക്ക് സെറ്റാക്കിയിട്ടുണ്ട്. അവിടെ ഉണ്ടായിരുന്നൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ പാട് തോന്നിയത് അമ്മയുടെ തയ്യൽ മെഷീൻ്റെ അവിടെ ആയിരുന്നു കേട്ടോ. കാരണം അവിടെ കുറച്ചധികം ഡ്രസ്സസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒതുക്കിയാൽ കുറച്ച് പാടായിരുന്നു. പിന്നെ ഞാൻ ചൂലെടുത്ത് വന്നിട്ട് നല്ല രീതിക്ക് ഇവിടെ തൂക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ആദ്യമേ സ്റ്റഡി റൂമൊക്കെ തൂത്തു, പക്ഷേ എനിക്കതപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഹോളിലോട്ട് വന്നപ്പോഴാണ് എനിക്ക് നേരെ ഒന്ന് വീഡിയോ എടുക്കാൻ തന്നെ പറ്റിയത് കേട്ടോ. ഇങ്ങനെ ഫുള്ള് ഇവിടെ ഇങ്ങനെ സെറ്റാക്കുന്നുണ്ട് തൂത്ത്. അപ്പോൾ എനിക്ക് നല്ല രീതിക്ക് തൂക്കണം കേട്ടോ. ഇവിടെ ഇങ്ങനെ കുറച്ച് മണ്ണോടെ കിടന്നാലും ഭയങ്കര സങ്കടം വരും. എനിക്ക് ഒരുമാതിരി തോന്നും, സങ്കടവും ദേഷ്യവും ഒക്കെ കയറി വരും. അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റുള്ള ഒരാളാണ് ഞാൻ. പിന്നെ ഞാൻ മീശയും കാര്യങ്ങളൊക്കെ അവിടെ കൊണ്ട് അങ്ങനെ ഒതുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ ഇങ്ങനെ നല്ല രീതിക്ക് തൂക്കുന്നുണ്ട് കേട്ടോ. അവസാനം ഞാൻ തൂത്ത് ഇങ്ങ് വെളിയിലും തന്നെ എത്തി. പിന്നെ വെളിയിലും ഇത് നമ്മുടെ സിറ്റ് ഔട്ടാണ്. പിന്നെ അവിടെ നന്നായിട്ട് തൂക്കുന്നുണ്ട്. സിറ്റ് ഔട്ട് തൂക്കുക അധികം വലിയ പാടും കാര്യങ്ങളൊന്നും ഇട്ട് എളുപ്പമാണ്. പിന്നെ അവിടെ ഇരുന്ന് കുറച്ച് പേപ്പേഴ്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയൊക്കെ കിടന്നു. പിന്നെ അതൊക്കെ നല്ല രീതിക്ക് എടുത്ത് ഒതുക്കി വയ്ക്കുന്നുണ്ട്. പിന്നെ സോപാനത്തിലും ഞാനിങ്ങനെ തൂത്ത് കൊടുക്കുന്നുണ്ട്. അവിടെ മണ്ണുണ്ട്. അത് പിന്നെ വീണ്ടും കാറ്റടിച്ച് പേപ്പറൊക്കെ പറന്നു. പിന്നെ ഞാൻ അത് വീണ്ടും എടുത്ത് വെച്ചു. അങ്ങനെ മൊത്തത്തിലൊരു കഷ്ടപ്പാടായിരുന്നു സത്യം പറഞ്ഞാൽ. പിന്നെ അവിടെ ഫുള്ള് ഞാൻ ഇങ്ങനെ തൂത്തിറക്കുന്നുണ്ട്. പിന്നെ ഗൈസ്, ഞാനിങ്ങനെ വെളിയിലോട്ട് വന്നാൽ പിന്നെ ഇവിടെ ഇങ്ങനെ തൂക്കാൻ നല്ല എളുപ്പമാണ്. കാരണം ഇൻ്റർലോക്ക് അല്ലേ, നല്ല രീതിക്ക് എളുപ്പമാണ്. ഒന്നുമില്ലല്ലോ, ഇങ്ങനെ സാധനമായിട്ട് ഇങ്ങനെ ഒന്നുമില്ല. സത്യം പറഞ്ഞാൽ ഇത് കാർ ഷെഡാണ് കേട്ടോ. കാറിന്ന് അച്ഛൻ എടുത്തുകൊണ്ട് പോയതുകൊണ്ട് കാറില്ല. അല്ലെങ്കിൽ കാർ എടുക്കുന്നതിന് നമുക്ക് നേരം തൂക്കാൻ പറ്റത്തില്ല. പിന്നെ സ്കൂട്ടർ ഇവിടെ അല്ലേ വെക്കുന്നത്. സ്കൂട്ടറും ഒരു പ്രത്യേക ഒരു സ്പേസ് ഉണ്ട്, അവിടെയാണ് വെക്കുന്നത്. പക്ഷെ അവിടെ നമ്മൾ പൂക്കളായിട്ടിരിക്കുന്നതുകൊണ്ടേ വെക്കാൻ പറ്റിയില്ല. അങ്ങനെ ഇവിടെയും ഇങ്ങനെ തൂക്കുന്നുണ്ട്.
സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഞാൻ ഇങ്ങനെയൊക്കെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ വെച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് കേട്ടോ. അത്യാവശ്യം നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഇന്നുണ്ടായിരുന്നു കേട്ടോ, മഴയൊന്നും ഇല്ലായിരുന്നു. മറ്റേത് അത്തം തുടങ്ങിയ കുറച്ച് ദിവസമൊക്കെ അത്യാവശ്യം നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ദേ ഇവിടെ ഫുള്ളിങ്ങനെ നല്ല രീതിക്ക് ഇങ്ങനെ തുടച്ച് കൊടുക്കുന്നുണ്ട്, തൂത്ത് കൊടുക്കുന്നുണ്ട്, തുടച്ച് കൊടുക്കുന്നുണ്ടെന്ന് സോറി ഗൈസ്. അങ്ങനെ സെറ്റായിട്ടുണ്ട്. പിന്നെ ദേ ഞാൻ കുറച്ച് പ്ലാന്റ്സിനൊക്കെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടെയാണ് കേട്ടോ നമ്മുടെ ബൈക്ക് വെക്കുന്നത്. പക്ഷേ അത്തപ്പൂക്കൾ ഇട്ടിരിക്കുന്നത് വെക്കാൻ പറ്റിയില്ല. പിന്നെ ഗൈസ് ഈ ചെടി നമ്മൾ വെള്ളം ഒഴിക്കാൻ നേരത്ത് മറിഞ്ഞല്ലേ കിടന്ന്. പിന്നെ ഞാൻ നീരൊക്കെ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മുഖവും കാര്യങ്ങളൊക്കെ കഴുകിയിട്ടുണ്ട്. പിന്നെ അതേ കാല് കഴുകിയിട്ടുണ്ട് കേട്ടോ. കാല് കഴുകിയില്ലെങ്കിൽ എനിക്കൊരുമാതിരി അങ്ങോട്ട് തോന്നും, അതുകൊണ്ട് ഞാൻ നേരെ പോയി കാല് കഴുകിയിട്ടുണ്ട്. പിന്നെ അതേ തലമുടി വന്നിട്ട് ഇങ്ങനെ കെട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉയർത്തി നല്ല ഒതുക്കി കെട്ടിയപ്പോഴാണ് ഗൈസ് സത്യം പറഞ്ഞാൽ ഇനി നല്ല രീതിക്ക് സമാധാനമായത്. ഈ മുടി ഇങ്ങനെ പിരിഞ്ഞടക്കുമ്പോൾ തന്നെ നമുക്കൊരു മഴ തോന്നത്തില്ല, എനിക്ക് തോന്നിട്ട്. പിന്നെ ഞാൻ ക്ലോ ക്ലിപ്സൊക്കെ വെച്ചിട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ തളർന്നുകൊണ്ട് ഞാൻ കുറച്ച് ടാങ്ക് കലക്കി കുടിക്കാൻ കേട്ടോ. അപ്പോൾ ഇത് ലെമൺ ഫ്ലേവറാണ്. പിന്നെ ഞാൻ ടാങ്ക് പൗഡർ ഇട്ട് കൊടുത്തു, ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്തു, വെള്ളം ഒഴിച്ച് കൊടുത്തു, മിക്സ് ചെയ്തു. ഇതിലൊന്നും മധുരം ഒന്നും ഇടേണ്ട ആവശ്യമില്ല കേട്ടോ, ഇതിൽ തന്നെ ഉണ്ട്. ഞാൻ ഫുള്ളിങ്ങനെ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ കുടിക്കുന്നുണ്ട് ഗൈസ്. ഞാൻ എന്താണ് ഇങ്ങനെ ഡാൻസ് കളിച്ച് തുള്ളി ഇങ്ങനെ കുടിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, സത്യം പറഞ്ഞാൽ ഇവിടെ ഓണാഘോഷമായതുകൊണ്ട് സ്പീക്കറിൽ ഇങ്ങനെ റാപ്പ് സോങ്സ് വെച്ചിരിക്കുകയായിരുന്നു. പിന്നെ ഞാൻ എന്തൊക്കെ കേട്ടിട്ടാണ് ഇങ്ങനെ ചാടിത്തുള്ളി വെള്ളം കുടിക്കുന്നത്.